എൻ്റെ പേര് ടിൻറ്റു. ഞാൻ പാലായിൽ നിന്ന് വരുന്നു. ഞാൻ 2021 മുതൽ CA ഫൈനൽ എക്സാം എഴുതുന്നതാണ്. ഇപ്പോൾ 2021 CAയുടെ ഫസ്റ്റ് ഗ്രൂപ്പ് 2 ഗ്രൂപ്പാണ് നമുക്ക് CAയ്ക്കുള്ളത്. അപ്പോൾ അത് ഫസ്റ്റ് ഗ്രൂപ്പിന് ഞാൻ എക്സാം എഴുതി, എക്സാം കിട്ടിയില്ല. കിട്ടാതെ വന്നപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തിട്ട് ഞാൻ പോയി എക്സാം എഴുതി, എല്ലാം പ്രാർത്ഥിച്ചു, എല്ലാം ചെയ്തു, കാശ് രൂപം കൊണ്ട് പോയി എക്സാം എഴുതി. പക്ഷെ ഞാൻ ആ അറ്റംപ്റ്റ് എനിക്ക് 12 മാർക്കിന് ഞാൻ തോക്കുകയാണ് ചെയ്തത്. അപ്പം ഞാൻ അന്ന് തൊട്ട് പ്രാർത്ഥന നിർത്തി. അതായത് ഇനിയിപ്പം ഈ ഉടമ്പടി എടുത്തിട്ടും എനിക്ക് കിട്ടിയൊന്നുമില്ലല്ലോ, അപ്പോൾ പിന്നെ ഞാൻ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മമ്മി ഇപ്പം ഇവിടെ നമുക്ക് പത്രം തരുമല്ലോ. അപ്പം ഞാൻ സത്യത്തിൽ എനിക്ക് ഇച്ചിരി നാണക്കേടായതുകൊണ്ട് ഞാൻ ഈ പത്രം കൊടുക്കാൻ പോകത്തില്ല, ഇത് വെച്ച് പോരെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. പിന്നെ അപ്പം ഞാൻ മമ്മിയുടെ അടുത്ത് പറയും, ഇപ്പോൾ ഇവിടെ വരുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സാക്ഷ്യം കണ്ടിരിക്കുന്ന OET, കേഡറ്റ് അങ്ങനെയൊക്കെ കണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ മമ്മിയോട് ഇങ്ങനെ പറയും, ഒരു MCQ ഒന്നും അല്ല, മാർക്ക് ചെയ്ത് നമുക്ക് കാശ് രൂപം വെച്ചിട്ട് പാസ്സാകാൻ ഡിസ്ക്രിപ്റ്റീവ് എക്സാമാണ്. അതുകൊണ്ട് മമ്മി ഇപ്പോൾ പറയുന്ന പോലെ ഞാൻ ചെന്ന് ഉടമ്പടി എടുത്താലും എനിക്കിപ്പോൾ ഇത് കെട്ടണമെന്നില്ലായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ വീണ്ടും ദയനീയമായിട്ട് പരാജയപ്പെടുവാണ് വീണ്ടും എക്സാം എഴുതുമ്പോൾ. അപ്പം ഓൾറെഡി ഈ CAയുടെ എക്സാം എല്ലാവർക്കും അറിയാം, ഭയങ്കര ടഫാണ്. നമ്മൾ എന്തോരം പഠിച്ചാലും അത് കയറി പോരുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഭാഗ്യമാണ്, അതൊരു ദൈവാനുഗ്രഹമാണ്. അപ്പം നമ്മുടെ വീട്ടിലുള്ളവർ ഓൾറെഡി നമ്മൾ ഈ തോക്കുന്നതൊക്കെ അറിയുന്നുണ്ട്. ഇതിന് പുറമേ ഇനിയിപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ചെന്ന് അവിടെയുള്ള ബന്ധുക്കാരും എപ്പോഴും നമ്മുടെ അടുത്ത് ചോദിക്കുക, എക്സാം എഴുതുന്നില്ല മോളെ, പാസ്സാകുന്നില്ല. അത് നമ്മളെ ഒരു ഭയങ്കരമായിട്ട് മെൻ്റലി ടോർച്ചർ ചെയ്യുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഹസ്ബൻഡ് വിദേശത്തോട്ട് പോയി. അപ്പോൾ എൻ്റെ കൺസേൺ എന്നാന്ന്, ഞാനിപ്പോൾ ഇത് പാസ്സാകാതെ ഇപ്പം ഇത്ര അറ്റത്തിരിക്കും, ഒരു ഗ്രൂപ്പും കൂടിയേ കിട്ടാനുള്ളൂ, ഒരു ഗ്രൂപ്പിൽ തന്നെ 2 പേപ്പറും കൂടിയേ ഉള്ളൂ. അപ്പം ഇത് പാസ്സാകാതെ ഇവിടുന്ന് പോയാൽ ഒരിക്കലും ഞാനിത് തിരിച്ചു വന്നിട്ട് എഴുതാൻ പോകുന്നില്ല, പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം എത്ര വർഷത്തെ കഷ്ടപ്പാട്, ഇതിനൊരു അവസാനം കാണണമല്ലോ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാം എഫോർട്ടെല്ലാം വെറുതെ ആയ ഒരവസ്ഥയാണ്. പക്ഷെ ഞാൻ ഇങ്ങനെ തോറ്റുപോയി. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു, ഇനി എക്സാം എഴുതാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയുകയും അങ്ങനെ ഒരു പ്രശ്നത്തിലായിരുന്നു. അതായത് ആ ഒരാഴ്ച എങ്ങനെയാണ് തള്ളി നീക്കിയെന്ന് പോലും എനിക്കറിയില്ല, അത്രയും ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള അവസ്ഥയാണ്. ഈ കോഴ്സ് പഠിക്കുന്നവർക്കത് മനസ്സിലാവും. എന്നിട്ട് അപ്പം മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി ഞാൻ പറയില്ല, മോന് പറ്റുവാണെങ്കിൽ വന്ന് ഉടമ്പടി എടുക്കും. അപ്പം മാർച്ച് 16, 2024 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. വന്നപ്പോൾ എങ്ങനെയെങ്കിലും ഉടമ്പടി എടുക്കണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം എന്നൊക്കെ ഓർത്താണ് വന്നേ. പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ആ സ്പിരിറ്റൊക്കെ പോയി. പക്ഷേ വീണ്ടും ഒരു തോൽവി എനിക്ക് ഫേസ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ രാവിലെ 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം. ആദ്യമേ 5 മണിയായി, പിന്നെ 5:30 പിന്നെ 6 6:30 പിന്നെ ചിലപ്പോൾ 5:30 എഴുന്നേക്കും. അതായത് നമ്മൾ മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് പഠിച്ചു മടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ഇഷ്ടംപോലെ പഠിച്ചിട്ട് നമ്മൾ 2 മണിക്ക് 3 മണിക്കൊക്കെ കിടന്നിട്ട് വീണ്ടും ഒരു 5 മണിയൊക്കെ ആയിട്ട് എഴുന്നേക്കുക എന്ന് പറയുമ്പോൾ ടാസ്ക്കാണ്. പക്ഷെ നമ്മളതൊക്കെ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഞാൻ ബൈബിള് ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന എല്ലാ കാര്യത്തിലും. നമുക്ക് ഉറച്ച് വിശ്വസിച്ചാൽ മതി, കിട്ടുമെന്ന് തന്നെ പറഞ്ഞു. അപ്പം ഞാനും ഓക്കെ, എനിക്കും ശരിയാകും എന്ന് വിചാരിച്ച് തന്നെ നമ്മൾ കാശ് രൂപം കൊണ്ട് എക്സാമിന് പോകുന്നതിന് മുന്നേ ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. കാശ് രൂപം കൊണ്ട് പോയി ആസ് യൂഷ്വൽ എക്സാമൊക്കെ എഴുതി. എക്സാം കഴിഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കര ഡൗട്ടാണ്. മദറിൻലോ ഇങ്ങനെ പറയും, ഞാൻ പർവ്വതങ്ങളിലേക്ക് നോക്കി, എനിക്ക് സഹായം എവിടെ നിന്ന് വരും, എൻ്റെ രക്ഷകനായ കർത്താവിൽ നിന്ന് വരും, ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ അമ്മ ഇങ്ങനെ എൻ്റെ അടുത്ത് പറയും. രാവിലെ ഒരു 5:30 ആയപ്പം എന്തോ അറിയാതെ എങ്ങനെയോ എഴുന്നേറ്റു. അപ്പം ഉടമ്പടി ജൂൺ 16 തീർന്നായിരുന്നു. കാരണം ഞാൻ മാർച്ച് 16 എടുത്തത്. അപ്പം ഞാൻ പുതുക്കാൻ വന്നില്ലായിരുന്നു. അപ്പം ഞാൻ ഈ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. തിരി കത്തിച്ച് വെച്ചു, കാശ് രൂപം എടുത്തു. രാവിലെ ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ റിസൾട്ട് വരുമെന്ന് അറിയായിരുന്നു. റിസൾട്ട് വന്നു. എനിക്ക് 150 മതിയായിരുന്നു പാസ്സാകാൻ. എനിക്ക് 164 കിട്ടി. ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് ക്ലിയറായി, ചാർട്ടേഡ് അക്കൗണ്ടൻ്റായി. ഒരു ഭയങ്കര, അതായത് എന്നെക്കൊണ്ട് നടക്കുമായിരുന്നെങ്കിൽ ഞാനിത് നേരത്തെ എഴുതിയെടുത്തേനെ. അപ്പം എൻ്റെ മാതാവ് എനിക്ക് ഇത്, ഈശോയും കൂടി എനിക്കിത് സാധിച്ചു തന്നു. അങ്ങനെ എനിക്കിത് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ എനിക്കിത് കിട്ടി. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി.